കാസർഗോഡ് മേഖല തിരുമേനി യൂണിറ്റ് പരിസ്ഥിതി ദിനാചരണവും പച്ചക്കറി തൈ ഫലവൃക്ഷത്തൈ വിതരണവും പ്രാപ്പോയിൽ ഈസ്റ്റിൽ വെച്ച് നടന്നു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മഞ്ജു വിനോദ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ പല പല സംഘടനകൾ വഴി നമ്മൾ രക്ഷിതാക്കൾക്കും തൈകൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് സ്കൂളുകളിൽ നിന്ന് തൈകൾ കിട്ടുന്നുണ്ട്. നമ്മളതൊരു ചടങ്ങിന് വേണ്ടി ഫോട്ടോ ഇടണമല്ലോ, ഇല്ലെങ്കിൽ എന്ത് കരുതും എന്നുള്ള രീതിയിൽ ഒരു ചടങ്ങിന് വേണ്ടി നമ്മളത് നടുന്നു. പിന്നെ ആ വശത്തേക്ക് നമ്മൾ പോകുന്നില്ല, പരിപാലിക്കുന്നില്ല. ഈ പറയുന്ന ഞാനടക്കം ആ രീതിയിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. പല തൈകൾ പല വട്ടവും നട്ടിട്ടുണ്ട്. ചിലതൊക്കെ ഇപ്പോഴും ഉണ്ട്, ചിലതൊന്നും അത് കൃത്യമായ രീതിയിൽ പരിപാലിക്കാത്തത് കൊണ്ട് അതിൻ്റേതായ രീതിയിൽ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രദേശങ്ങളിലും നമ്മുടെ മൊത്തത്തിലുള്ള പ്രകൃതിയുടെ ഒരു ഇത് നമ്മളോട് പ്രകൃതി അതിൻ്റേതായ രീതി നമ്മൾ ചെയ്യുന്ന ചൂഷണം അത് നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ആകെ ഒരു 2-3 മണിക്കൂർ നേരത്തെ ഒരു മഴയാണ്. ആ മഴയിൽ എന്തെല്ലാം നാശങ്ങൾ, എത്രത്തോളം വെള്ളങ്ങൾ ഒഴുകി വന്നു. പണ്ടൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ റോഡ് സൈഡിലായാലും പറമ്പുകളിലായാലും എവിടെ നോക്കിയാലും മരങ്ങൾ ഒരു തണലിന് ഉണ്ട്. ഇന്ന് അങ്ങനെ ഒരു തണൽ മരം കാണാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് അതൊരു ഇതായിട്ട് നമ്മളതൊരു മോശകാര്യമായിട്ട് അതിനെ വെട്ടിമുറിച്ച് കളഞ്ഞ് അതിൻ്റെയൊക്കെ ബലം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നിന്നിപ്പം നമുക്ക് ഫലവൃക്ഷ തൈകളുണ്ട്, പച്ചക്കറി തൈകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തരുന്നത് മാത്രമല്ല, തരുന്നത് അതുപോലെ നട്ട് അത് പരിപാലിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റിയില്ല എങ്കിലും നമ്മളുടെ വരും തലമുറകൾക്ക് അത് അനുഭവിക്കാനുള്ളതാണ് എന്ന് കരുതി അത് പരിപാലിച്ചു കൊണ്ട് പോകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ശ്രേയസ് തിരുമേനി യൂണിറ്റ് ഡയറക്ടർ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി അധ്യക്ഷനായി. ചൂട്, ഇങ്ങനെ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളിൽ പരിസ്ഥിതി ലോലപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ആപത്തുകൾ നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിക്കണമെന്നുള്ള വലിയ വസ്തുതയാണ് ഈ ദിവസം നമ്മുടെ മുമ്പിൽ നൽകുക. നമ്മൾ ഒരു മരം നടുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. നമ്മളറിയാതെ ഈ പ്രകൃതി നമുക്ക് നൽകുന്നത് തീർച്ചയായിട്ടും നമ്മളൊക്കെ നമ്മുടെ ശ്വാസത്തിൽ വിടുന്ന ഈ വായു, പ്രത്യേകിച്ച് ഹൈഡ്രജൻ, അത് മറ്റ് ഇവിടുത്തെ പ്രകൃതിക്ക് അത് ഗുണകരമാകുകയും അവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ നമുക്ക് ഗുണകരമാകുകയും ചെയ്യുന്ന ഒരു സൗഹൃദ പരിസ്ഥിതി പ്രദേശമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് നമ്മളിന്ന് ഓരോ ചെടിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുക ഇതെൻ്റെ ജീവന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നായി ഇത് മാറും എന്നുള്ള ചിന്തയായിരിക്കും നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെ ഒരു മനോഭാവം നമ്മളിൽ സൃഷ്ടിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോ വർഷവും ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ നടുന്ന ചെടിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് ആഗ്രഹവും താല്പര്യവും തീക്ഷ്ണമായ സമീപനങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുമെന്നുള്ള ഉറച്ച ബോധ്യം നമുക്കുണ്ടാകണം. തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനിക്കും. തുടർന്ന് SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. യൂണിറ്റ് CDO മഞ്ജു ജേസൺ, K സുജിത്, സിജോ കുഴിക്കാലായിൽ, KV നമിത, K സാബിറ എന്നിവർ ആശംസകൾ നേർന്നു. അടുക്കള ഇനി സ്മാർട്ട് ആക്കാം. അടുക്കള ഒരുക്കാൻ ഇനി സ്റ്റൈലൻ വഴികൾ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗൃഹലക്ഷ്മി ഇതാ പുതിയ ഭാവത്തിൽ. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റവ്, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, മിക്സി തുടങ്ങി അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം. പ്രമുഖ ബ്രാൻഡുകളുടെ സ്റ്റീൽ, അലുമിനിയം, സെറാമിക്, ബ്രാസ് ഉൽപ്പന്നങ്ങളുടെ വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഒരൊറ്റ കിടക്കീഴിൽ. ഏറ്റവും പുതിയ ഗിഫ്റ്റ്സും ആകർഷകമായ ഫെസ്റ്റിവൽ ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. കൂടെ വിശ്വസിക്കാവുന്ന ക്വാളിറ്റിയും മികച്ച സർവീസും. ഷോപ്പിംഗ് ഇനി ആഘോഷമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി, നിങ്ങളുടെ